ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി എങ്ങനെ നമ്മുടെ എൽ ഡി സി 2024 നമുക്ക് 7 ഫേസ് ആയിട്ടുള്ളതിൽ 5 ഫേസിൻ്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ട്. 5 ഫേസ് എന്ന് പറയുന്ന ഏകദേശം 10 ജില്ലകളുടെ എക്സാം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 5 ഫേസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഹിസ്റ്ററി പോർഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ള 30 ക്വസ്റ്റ്യൻസ്, നമ്മളോട് സിലബസിൽ 5 മാർക്കാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട 6 മാർക്കോളം എന്താണ് ഓരോ എക്സാംസിന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 30 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ മനസ്സിലാകും എങ്ങനെയൊക്കെയാണ് PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച പോർഷൻസ് എങ്ങനെയൊക്കെയാണ് തിരിച്ചും മറിച്ചും ചോദിക്കുന്നതെന്ന് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ക്വസ്റ്റ്യനിലേക്ക് പോയിട്ട് നമുക്കൊന്ന് അരച്ച് കലക്കി നമുക്കൊന്ന് പഠിച്ചിട്ട് വരാം. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. 128/2024 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. അതായത് 28/9/2024 നടന്ന എക്സാം. ഏത് നമ്മുടെ കോട്ടയം അതേപോലെ തന്നെ കോഴിക്കോട് LD എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. കോഴിക്കോട് LD. ഓക്കെ, ഇതാണ് അടുത്ത 5 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിക്കേ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുളച്ചൽ യുദ്ധം നടന്നത് 1748 ആണോ? അല്ല, 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി. ശരിയാണ്. കേരളത്തിൽ ആദ്യമായി എത്തിയ വിദേശ ശക്തി ഡച്ചുകാരായിരുന്നു. ആണോ? അല്ല. ആരായിരുന്നു? പോർച്ചുഗീസ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, പോഡാ ബീഫേ. പോർച്ചുഗീസുകാരായിരുന്നു ആദ്യം എത്തിയത്. അപ്പോൾ ഇതും തെറ്റാണ്. ഡച്ച് ഗവർണറായിരുന്ന വാൻഡ്രീഡിൻ്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. ഇതും ശരിയാണ്. സോ ഇവിടെ ആൻസർ നമുക്ക് വേണ്ടത് എന്താണ്? ശരിയായത് ഏതെല്ലാം? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 2ഉം 4ഉമാണ്. ഇനി കുളച്ചൽ യുദ്ധത്തിലെ ഡച്ച് സൈന്യാധിപൻ ആരായിരുന്നു? അതാണ് ഡിലനോയ്. ഡിലനോയ് ആണ് എന്തെന്നറിയപ്പെടുന്നത്? വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ആരാണ്? വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നതാണ് ഡിലനോയ്. ആദ്യം എത്തിയത് പോർച്ചുഗീസുകാരാണ്. അതേപോലെ തന്നെ ഹോർത്തൂസ് മലബാറിക്കസുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? അത് പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ്? ലാറ്റിൻ ഭാഷയിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത്. കേരള രാമം എന്നറിയപ്പെടുന്നത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. കേരള രാമം. അതേപോലെ തന്നെ അതിൽ ആദ്യമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്ന വൃക്ഷം ഏതാണ്? അത് തെങ്ങും അവസാനമായിട്ട് എന്താണ്? ആലുമാണ്. ഇനി അതേപോലെ തന്നെ മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ചോദിച്ചാൽ എന്താണത്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. അതേപോലെ 1678 മുതൽ 1703 വരെ ആംസ്റ്റർഡാമിലാണ് ഈ പുസ്തകം അച്ചടിച്ച് വന്നത്. അപ്പോൾ ഇത് ചോദിക്കാറുണ്ട്. ഈ ക്വസ്റ്റ്യൻ VEOയ്ക്ക് നമ്മുടെ 2021 VEOയിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിച്ചിരുന്ന 4 പോയിന്റുകളായിരുന്നു. എന്താ? ഹോർത്തൂസ് മലബാറിക്കസിനെ പറ്റി. പക്ഷെ നമ്മുടെ SCERT ടെക്സ്റ്റ് പ്രകാരമാണെങ്കിൽ അത് 1678 1693 എന്നാണ് SCERTയിൽ കിടക്കുന്നത്. അന്ന് PSC തന്നിരിക്കുന്ന ആൻസർ, കറക്റ്റ് ആൻസർ തന്നിരുന്നത് ഇതായിരുന്നു. നമ്മൾ രണ്ടും ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് അതേപോലെ കുളച്ചൽ യുദ്ധം, ഈ 2 ടോപ്പിക്കുകളും ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ആരായിരുന്നു? ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇദ്ദേഹം ഏത് സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത്? അത് അമരാവതി കോൺഗ്രസ് സമ്മേളനം. 1897 അമരാവതി സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു ചേറ്റൂർ ശങ്കരൻ നാരായൺ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റു പ്രത്യേകത എന്താണ്? കോൺഗ്രസ് പ്രസിഡൻ്റാകുന്ന ഏക മലയാളിയും അതേപോലെ കോൺഗ്രസ് പ്രസിഡൻ്റാകുന്ന രണ്ടാമത്തെ ദക്ഷിണേന്ത്യൻ ആയിരുന്നു ആരെന്ന് പറയുന്നത്? നമ്മുടെ ചേറ്റൂർ ശങ്കരൻ നാരായണൻ. അത് ആദ്യത്തെ ദക്ഷിണേന്ത്യൻ ആരായിരുന്നു? അപ്പോൾ അത് P. അനന്ത ചാർലു ആണ് ആദ്യത്തെ ദക്ഷിണേന്ത്യൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം? ഇദ്ദേഹം ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നു. അത് ശരിയാണെന്ന് നമുക്കറിയാം. നേരെ ഓപ്ഷനിലേക്ക് പോകുക. നമുക്ക് വേണ്ടത് തെറ്റായതാണല്ലേ. ഒന്ന് ശരിയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ കാര്യമായിട്ട് അറിയാവുന്നൊരു സംഭവമാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ആരാണ്? നമ്മുടെ APJ അബ്ദുൽ കലാം. മിസൈൽ വുമൺ ആണെങ്കിൽ ടെസി തോമസ്, റോക്കറ്റ് വുമൺ ആണെങ്കിൽ K. ശിവൻ, റോക്കറ്റ് മാൻ K. ശിവനും, റോക്കറ്റ് വുമൺ ആണെങ്കിൽ ഋതു കരുതാൽ. ഇതൊക്കെ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ഒന്ന് ശരിയാണെന്ന് നമുക്കറിയാം. നമുക്ക് വേണ്ടത് തെറ്റായതാണ്. അപ്പോൾ ഒന്നുള്ളതെല്ലാം അങ്ങ് ക്യാൻസൽ ചെയ്ത് നോക്കിക്കേ. അപ്പോൾ ഇനി എന്താ? ഈ 2 ഓപ്ഷനാണ് വരുന്നത്. തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത്. തെറ്റല്ലേ? അദ്ദേഹം എവിടെയാണ്? തമിഴ്നാട്ടിലെ രാമേശ്വരം. നമ്മൾ ചെറിയ ക്ലാസ് മുകളിലേ പഠിക്കുന്നതാണ്. തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് അദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന ഗ്രന്ഥം എഴുതിയത്, അഗ്നിസാക്ഷിയല്ല, എന്താണ്?
അഗ്നിച്ചിറകുകൾ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ, വിങ്സ് ഓഫ് ഫയർ, അഗ്നിച്ചിറകുകളാണ് ഇദ്ദേഹത്തിൻ്റെ പുസ്തകം. ഇതും തെറ്റാണ്. അപ്പം നോക്കിക്കേ 2ഉം 3ഉം. അടുത്ത എന്താണ്? ഇദ്ദേഹം ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. ശരിക്കും ഇത് 12ാമത്തെ രാഷ്ട്രപതിയാണ് അദ്ദേഹം. അതായത് ഓർഡർ അനുസരിച്ച് വരുമ്പോൾ 12ഉം 11ാമത്തെ വ്യക്തിയുമാണ്. അതായത് നമുക്കറിയാം ആദ്യത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ത് ചെയ്യുന്നുണ്ട്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് 2 തവണ രാഷ്ട്രപതിയാവുന്നുണ്ട്. അതായത് 1950 മുതൽ 62 വരെ നീണ്ട ഒരു കാലയളവിൽ 12 വർഷത്തോളം അദ്ദേഹം രാഷ്ട്രപതിയായിരുന്നു. അപ്പോൾ ശരിക്കും ഇവർ തന്നിരിക്കുന്നത് ശരിയാണെന്നാണ് പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. കാര്യം 11ാമത്തെ രാഷ്ട്രപതി നമുക്ക് ഓർഡർ വെച്ച് നോക്കുമ്പോഴേക്കും ആദ്യത്തെ രാജേന്ദ്ര പ്രസാദ് അങ്ങനെ ഓർഡർ നോക്കുമ്പോൾ നമുക്കറിയാം 11ാമത്തെ രാഷ്ട്രപതിയാണ്. അപ്പോൾ എന്താണ് ഇവിടെ ആൻസർ വരുന്നത്? 1. ഇതിന് ചിലപ്പോൾ നമുക്ക് എന്താണ് ക്വസ്റ്റ്യനിൽ അവർ ചലഞ്ച് ചെയ്യാനായിട്ട് ചാൻസ് കൂടുതലുണ്ട് ഈ ക്വസ്റ്റ്യന്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം തന്നിരിക്കുന്നത് 1ഉം 4ഉമാണ് ശരി, 2ഉം 3ഉം എന്താണ് തെറ്റ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ കീ തന്നിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച വ്യക്തിയാണ് ആര്? വി പി മേനോൻ. ഈ വി പി മേനോനെ പറ്റി നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. കുറച്ച് പരീക്ഷകളിലായിട്ട് വി പി മേനോനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് വി പി മേനോൻ്റെ ഡീപ്പായിട്ട്, അതായത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ടാണ് ചോദിച്ചിരുന്നത് വി പി മേനോനെ പറ്റി. എന്താണ്? 1894 ഒറ്റപ്പാലത്ത് ജനിച്ചു അദ്ദേഹം. ഒറ്റപ്പാലം. അതേപോലെ തന്നെ ഈ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്സിൻ്റെ തലവനായിരുന്നു വി പി മേനോൻ എന്ന് പറയുന്നത്. അതേപോലെ അദ്ദേഹം ഒഡീഷയുടെ ഗവർണറായിട്ട് ഒഡീഷ ഗവർണറായിരുന്നു അദ്ദേഹം 1951 എന്നാണ് നമുക്ക് ഗൂഗിൾ ചെയ്യുമ്പോഴും കറക്റ്റ് കിട്ടുന്നത്. പക്ഷേ SCERT പ്രകാരം തന്നിരിക്കുന്നത് 1952 SCERT പ്രകാരം അദ്ദേഹം ഗവർണറായിരുന്നത്. അതേപോലെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ 2 എണ്ണമുണ്ട്, പഠിച്ചു വയ്ക്കുക. ഒന്നാണ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ദ സ്റ്റോറി ഓഫ് ദ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കൽ അല്ലേ? ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സിൻ്റെ കൂട്ടിച്ചേർക്കൽ, ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ഇത് 2ഉമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഈ അഗ്നിച്ചിറകുകളാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കവിതാ സമാഹാരമുണ്ട് APJ അബ്ദുൽ കലാമിൻ്റെ. അതിൻ്റെ പേരാണ് എനുദായ പ്രയാണ. അത് തന്നെ അദ്ദേഹം മൈ ജേണി എന്ന പേരിൽ അദ്ദേഹം അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനുദായ പ്രയാണ APJ അബ്ദുൽ കലാമിൻ്റെ കവിതാ സമാഹാരമാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകനാണ് ആര്? വോൾട്ടയർ, റൂസോ, മൊണ്ടസ്ക്യൂ. അത് 3ഉം എന്താണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട കുറച്ച് ചിന്തകന്മാരാണ്. ഓക്കെ. അതിൽ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്ന ആരാണ്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്നതാണ് നെപ്പോളിയനാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു. ലിറ്റിൽ കോർപ്പറൽ, മാൻ ഓഫ് ഡെസ്റ്റിനി എന്നൊക്കെ അറിയപ്പെടുന്നത് നെപ്പോളിയനാണ്. ഇനി വോൾട്ടയർ, റൂസോ, മൊണ്ടസ്ക്യൂവിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. റൂസോയുടെ ആത്മകഥയാണ് എന്ത്? കുംഭസാരങ്ങളാണ് റൂസോയുടെ ആത്മകഥ. അദ്ദേഹത്തിൻ്റെ ദ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന പുസ്തകം ഇമ്പോർട്ടൻ്റ് ആണ്. ദ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം റിപ്പബ്ലിക് എന്ന ആശയത്തെ ശക്തമായിട്ട് പറയുന്നത്. സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന പുസ്തകത്തിലാണ്. ഈ വോൾട്ടയറിൻ്റെ യഥാർത്ഥ പേരാണ് എന്ത്? ഫ്രാങ്കോയിസ് മേരി അറൗട്ട് എന്ന് പറയുന്നത് വോൾട്ടയറിൻ്റെ യഥാർത്ഥ പേരാണ്. അപ്പോൾ ചിലപ്പോൾ ഈ പേര് തരാണ്ട് ഇത് തന്നാലും നമുക്ക് അറിഞ്ഞിരിക്കണം. അതേപോലെ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ദ ഏജ് ഓഫ് ലൂയി 14 എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ്. അതേപോലെ മൊണ്ടസ്ക്യൂവിൻ്റെ പ്രത്യേകത എന്താണ്? ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച ഒരു ഫ്രഞ്ച് ചിന്തകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം, അതേപോലെ തന്നെ എന്താണ് കാര്യനിർവഹണം, അതേപോലെ നീതിന്യായം എന്നിങ്ങനെ തിരിക്കണമെന്ന് വാദിച്ചതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. PYQ ആയിട്ട് ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. നിയമനിർമ്മാണം, കാര്യനിർവഹണം, ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചത് അദ്ദേഹമാണ് മൊണ്ടസ്ക്യൂ എന്ന് പറയുന്നത്. അതേപോലെ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് നിയമങ്ങളുടെ അന്തസത്ത. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് നിയമങ്ങളുടെ അന്തസത്ത ആരുടെ പുസ്തകമാണെന്ന്. ചേരുംപടി ചേർക്കാനായിരുന്നു. നിയമങ്ങളുടെ അന്തസത്ത, ദ സ്പിരിറ്റ് ഓഫ് ലോ എന്ന് പറയുന്നത് മൊണ്ടസ്ക്യൂവിൻ്റെ പുസ്തകമാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് 122/24. ഇത് എവിടേക്കായിരുന്നു? നമ്മുടെ ആലപ്പുഴ, അതേപോലെ തന്നെ പാലക്കാട്. ആലപ്പുഴയിലെയും പാലക്കാടിലെയും ക്വസ്റ്റ്യൻ പേപ്പറാണ്.
താഴെ പറയുന്നവയിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലാതിരുന്നത് ആരായിരിക്കും? ഇവിടെ AV കുട്ടിമാളുവമ്മ, അക്കമ്മ ചെറിയാൻ, ആനി മസ്ക്രീൻ. ഇവിടെ നമുക്ക് അല്ലാതെ വരുന്നത് ടി സുനന്ദാമ്മയാണ്. ടി സുനന്ദാമ്മ എന്ന് പറഞ്ഞൊരു കന്നഡ എഴുത്തുകാരിയായിരുന്നു. AV കുട്ടിമാളുവമ്മ എവിടെയായിരുന്നു? മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത് AV കുട്ടിമാളുവമ്മയാണ്. അക്കമ്മ ചെറിയാനും ആനി മസ്ക്രീനും എവിടെയാണ്? തിരുവിതാംകൂറിലെ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു. തിരുവിതാംകൂർ. ഓക്കെ, അതേപോലെ കുറച്ച് സ്ത്രീകളെ പറ്റി പഠിച്ചാലോ? തോൽവിറക് സമരനായിക ആരാണ്? തോൽവിറക് സമരനായിക ബന്ധപ്പെട്ടതാണ് കാർത്യായനി. തോൽവിറക് സമരവുമായി ബന്ധപ്പെട്ടത് കാർത്യായനി. അതേപോലെ മറക്കുട ബഹിഷ്കരണം, നമ്പൂതിരി സമുദായത്തിലെ മറക്കുട ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ടത് ആരാണോ? മറക്കുട ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ടത് ആര്യ പള്ളം. അതേപോലെ തന്നെ ഉണ്ട് കൗമുദി ടീച്ചർക്ക് എന്താണ് പ്രത്യേകത? ഹരിജനോദ്ധാരണത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ഗാന്ധിജിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സ്വർണ്ണാഭരണങ്ങൾ ഊരിക്കൊടുത്ത ആരാണ്? അത് കൗമുദി ടീച്ചറാണ്. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പം മറക്കുട ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ട ബഹിഷ്കരണ യാത്ര നടത്തിയതാണ് ആര്യാപ്പള്ളം. തോൽവിറക് സമരവുമായി കാർത്യായനി. മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത് AV കുട്ടിമാളുവമ്മ. അതേപോലെ തിരുവിതാംകൂർ ആണെങ്കിൽ അത് അക്കമ്മ ചെറിയാനും ആനി മസ്ക്രീനുമാണ്. വന്ദേ മാതരം ഏത് വിഭാഗത്തിൽപ്പെടുന്നു? അതൊരു ഉറുദു പത്രമായിരുന്നു. ആരുടേതായിരുന്നു? ലാലാ ലജ്പത് റായുടെ ഉറുദു പത്രമാണ് എന്തെന്ന് പറയുന്നത്? വന്ദേ മാതരം എന്ന് പറയുന്നത്. ഇനി ഈ വന്ദേ മാതരം എന്ന പേരിൽ തന്നെ വേറെയും 2 എണ്ണം കൂടിയുണ്ട്. ഒന്നൊരു ഇംഗ്ലീഷിലും കൂടി ഒരു വന്ദേ മാതരം ഉണ്ടായിരുന്നു, ബംഗാളിൽ നിന്നുള്ളത്. അതാരായിരുന്നു? ബിപിൻ ചന്ദ്രപാൽ. അതേപോലെ തന്നെ വന്ദേ മാതരം മാഡം ബിക്കാജി കാമയും വന്ദേ മാതരം എന്നൊരു ഇറക്കിയിട്ടുണ്ടായിരുന്നു. വന്ദേ മാതരം എന്നൊരു പ്രസിദ്ധീകരണം. അതാരാണ്? മാഡം ബിക്കാജി കാമ. അതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ഇപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ഓപ്ഷനിൽ നമുക്കിവിടെ ഉറുദു പത്രമാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത് ഇംഗ്ലീഷിലായിരുന്നു വന്ദേ മാതരം എന്ന് പറയുന്നത്. അതേപോലെ കുറച്ചുകൊണ്ട് ന്യൂ ഇന്ത്യ ആരുടേതാണ്? ന്യൂ ഇന്ത്യ. അതേപോലെ തന്നെ കോമൺവീലൊക്കെ ആരുടേതാണ്? അത് ആനി ബസന്റിൻ്റെതാണ്. ന്യൂ ഇന്ത്യ കോമൺവീൽ, ആനി ബസന്റ്. ഇനി നെക്സ്റ്റ് നാഷണൽ ഹൊറാൾഡ് ആരുടേതാണ്? നാഷണൽ ഹൊറാൾഡ് നെഹ്റുവിൻ്റേതാണ്. ഇതിങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. നാഷണൽ ഹൊറാൾഡ് കണ്ട, നെഹ്റു ഇങ്ങനെ പഠിച്ചാൽ മതി. അതേപോലെ തന്നെ അൽ ഹിലാൽ ആരുടേതാണ്? അൽ ഹിലാൽ അത് ചോദിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞിട്ടൊക്കെ. അത് ആരുടേതാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റേതാണ് അൽ ഹിലാൽ എന്ന് പറയുന്നത്. ഇനി കേസരി മറാത്ത റിപ്പീറ്റഡ് ആണ്. PSCക്ക് ഒത്തിരി ചോദിച്ച് തഴക്കവും പഴക്കവും വന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേസരി മറാത്ത. ആരുടേതാണത്? ബാലഗംഗാധര തിലകൻ്റേതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ആരുടെ വാക്കുകളാണിത്? ഇത് ജോൺ ലോക്കിൻ്റെ വാക്കുകളാണ്. ജോൺ ലോക്ക് പറഞ്ഞതാണ്. നമുക്ക് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് പേരുടെ പഠിക്കാനുണ്ട്. അതിൽ ഉള്ളതാണ് ജോൺ ലോക്ക്. പിന്നെന്താണ്? തോമസ് പെയിൻ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്? ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് അധിക നാൾ കീഴടങ്ങി കഴിയുന്നത് എന്താണ്? യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറയുന്നത് എന്താണ്? തോമസ് പെയിൻ ആണ്. അതേപോലെ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പറഞ്ഞതും ആരാണ്? അതും തോമസ് പെയിൻ ആണ്. അതേപോലെ നമുക്ക് പഠിക്കാനുള്ള മറ്റൊന്നാണ്, യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വിപ്ലവം നടപ്പിലാക്കി കഴിഞ്ഞിരുന്നു, അത് ജനങ്ങളുടെ ഹൃദയത്തിലാണ്. ഇമ്പോർട്ടൻറ്റ് കോട്ടാണ്. അത് പറഞ്ഞത് ജോൺ ആഡംസ്. അതായത് വിപ്ലവം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ജനങ്ങളുടെ ഹൃദയത്തിൽ അത് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു, അത് പറഞ്ഞത് ജോൺ ആഡംസ് ആണ്. ഓക്കെ, അപ്പോൾ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അടുത്തതാണ് സണ്ണി യാറ്റ്സെനിൻ്റെ തത്വങ്ങളേവ. ചൈനീസ് റവല്യൂഷനുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് സണ്ണി യാറ്റ്സെൻ. ഇത് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇതിങ്ങനെ ചോദിക്കുമ്പോൾ ഈ സ്വാതന്ത്ര്യമാണ് അവർ ഓഡ് വൺ ഔട്ടായിട്ട് തരിക എന്നുള്ളതും കൂടി പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ്? ദേശീയത, ജനാധിപത്യം, അതേപോലെ തന്നെ സോഷ്യൽ. അതായത് സണ്ണി യാറ്റ്സെൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ 3 പ്രിൻസിപ്പിൾസ്, അതാണ് 3 തത്വങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന് ദേശീയത എന്ന് പറഞ്ഞാൽ എന്താണ്? മഞ്ചൂറിയൻ പ്രദേശക്കാരായ മഞ്ചു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക, അതായിരുന്നു ദേശീയത എന്നുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്. ജനാധിപത്യം എന്താണ്? ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക എന്നുള്ളത്. സോഷ്യലിസം എന്ന് പറയുന്നത് എന്താണ്? മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം നടത്തുകയും ചെയ്യുക. ഈ 3 എണ്ണമായിരുന്നു സണ്ണി യാറ്റ്സെന്നിൻ്റെ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച 3 തത്വങ്ങൾ എന്ന് പറയുന്നത്. ഇതേ
ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി അതേതാണ്? നാങ്കിങ് ഉടമ്പടിയാണ്. ഒന്നാം കറുപ്പ് യുദ്ധം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ചൈനീസ് റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്. ആരൊക്കെ തമ്മിലായിരുന്നു ഒന്നാം കറുപ്പ് യുദ്ധം? ചൈനയും അതേപോലെ തന്നെ ബ്രിട്ടനുമായി ചേർന്നുള്ള യുദ്ധമായിരുന്നു എന്ത്? ഒന്നാം കറുപ്പ് യുദ്ധം എന്ന് പറയുന്നത്. 1839 മുതൽ 1842 വരെയായിരുന്നു ഒന്നാം കറുപ്പ് യുദ്ധം നടന്നത്. രണ്ടാം കറുപ്പ് യുദ്ധമാണെങ്കിൽ അത് 1856 മുതൽ 1860 വരെയാണ് രണ്ടാം കറുപ്പ് യുദ്ധം നടന്നത്. ഈ കറുപ്പ് യുദ്ധത്തിൻ്റെ ഫലമായിട്ട് ബ്രിട്ടൻ പിടിച്ചെടുത്ത ചൈനീസുകാരുടെ പ്രദേശമാണ് എന്ത്? ഹോങ്കോങ് എന്നറിയപ്പെടുന്നത്. ഹോങ്കോങ് ആണ് ബ്രിട്ടൻ പിടിച്ചെടുക്കുന്നത്. അത് 1997 ആയപ്പോഴേക്കും തിരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ചവർക്ക് ചൈനയ്ക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അപ്പോൾ കറുപ്പ് യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി എന്ന് പറയുന്നത് നാങ്കിങ് ഉടമ്പടിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നോക്കാം. UN ഇപ്പോൾ എത്ര അംഗങ്ങളാണുള്ളത്? എത്രയാണ്? 193 അംഗങ്ങളാണ് UN ഉള്ളത്. 1945 ഒക്ടോബർ 24 UN സ്ഥാപിതമാകുന്നത്. അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂയോർക്കാണ്. ആസ്ഥാനം ന്യൂയോർക്ക്. UN ആസ്ഥാനം ന്യൂയോർക്കാണ്. പക്ഷേ ചോദിക്കാം അതിൻ്റെ യൂറോപ്യൻ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിക്കാം. യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? യൂറോപ്യൻ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് ജനീവയാണ്. ജനീവ. ഇനി 193 രാജ്യങ്ങളുണ്ട്. 193ാമതായിട്ട് വന്ന അംഗമായ രാജ്യം എന്ന് പറയുന്നത് ദക്ഷിണ സുഡാനാണ്. ദക്ഷിണ സുഡാൻ. അത് 2011 ജൂലൈ 14 ദക്ഷിണ സുഡാൻ അംഗമാകുന്നത്. ഇനി ഇതേപോലെ തന്നെ രൂപീകരണത്തിന് കാരണമായി UN രൂപീകരിക്കാൻ കാരണമായ ഒരു ഉടമ്പടി ഉണ്ട്. അതേതാണ്? അതാണ് അറ്റ്ലാന്റിക് ചാർട്ടർ എന്നറിയപ്പെടുന്നത്. അറ്റ്ലാന്റിക് ചാർട്ടർ എന്ന് പറയുന്നത് UN രൂപീകരണത്തിന് കാരണമായ ഉടമ്പടിയാണ് അറ്റ്ലാന്റിക് ചാർട്ടർ. അത് ഏത് വർഷമാണ്? 1941 ഓഗസ്റ്റ് 14 അറ്റ്ലാന്റിക് ചാർട്ടർ വരുന്നത്. അതേപോലെ തന്നെ ഈ അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചത് ആരൊക്കെയായിരുന്നു? ഒന്ന് US പ്രസിഡന്റ് ആയിരുന്ന ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ്. ഇദ്ദേഹമാണ് യുണൈറ്റഡ് നേഷൻ എന്ന പേര് അതിന് കൊടുത്തത്. റൂസ്വെൽറ്റ്. അത് നെക്സ്റ്റ് ആണ് ബ്രിട്ടൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ആരാണ്? വിൻസ്റ്റൺ ചർച്ചിലും കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് 117/2024. ഇതെവിടേക്കാണ്? നമ്മുടെ തൃശ്ശൂർ, അതേപോലെ തന്നെ പത്തനംതിട്ട, പിന്നെയുള്ളത് കാസർഗോഡ്. ഈ 3 ജില്ലകളിലെ ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. വിദ്യാപോഷിണി എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ് വിദ്യാപോഷിണി എന്ന സംഘടന. എങ്കിൽ പഠിച്ചു വെച്ചു. സ്ത്രീ വിദ്യാപോഷിണി എന്ന് പറയുന്ന ഒരു ലഘുകാവ്യമുണ്ടായിരുന്നു. സ്ത്രീ വിദ്യാപോഷിണി എന്ന് പറയുന്ന ഒരു ലഘുകാവ്യം. അത് ആരുടേതാണ്? അത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് സ്ത്രീ വിദ്യാപോഷിണി. അപ്പോൾ വിദ്യാപോഷിണി ആണെങ്കിൽ അത് സഹോദരൻ അയ്യപ്പനാണ്. ഈ സഹോദരൻ അയ്യപ്പനെ പറ്റി നമുക്ക് എന്താണ്? ചെറായിയാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത്. അദ്ദേഹം സ്ഥാപക എഡിറ്ററായിരുന്ന പത്രമാണ് എന്ത്? യുക്തിവാദി എന്ന പത്രം. മിശ്രഭോജനം കൊണ്ടുവന്നത് ആരാണ്? നമ്മുടെ സഹോദരൻ അയ്യപ്പനാണ്. അതേപോലെ അദ്ദേഹത്തിൻ്റെ പത്രമാണ് എന്ത്? വേലക്കാരൻ എന്ന് പറയുന്ന പത്രവും അദ്ദേഹം കൊണ്ടുവന്നതാണ്. പിന്നെയുള്ളതാണ് ആദി വൈപ്പിൻ തൊഴിൽ സംഘടന. അദ്ദേഹം മുന്നോട്ട് വെച്ച തൊഴിൽ സംഘടനയാണ് ആദി വൈപ്പിൻ തൊഴിൽ സംഘടന എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അയ്യങ്കാളി മുന്നോട്ട് കൊണ്ടുവന്ന ഏതായിരുന്നു സ്ഥാപനം? അത് നമ്മുടെ സാധുജന പരിപാലിനി. അയ്യങ്കാളി മുന്നോട്ട് കൊണ്ടുവന്ന സംഘടനയാണ് സാധുജന പരിപാലിനി. നമ്മുടെ SNDPയുടെ മാതൃകയിൽ. SNDP ആരാണ്? ശ്രീനാരായണ ഗുരു അല്ലേ? SNDP ശ്രീനാരായണ ഗുരു. സാധുജന പരിപാലിനി അയ്യങ്കാളി. അതേപോലെ തന്നെ യോഗക്ഷേമ സഭ ആരുടേതാണ്? യോഗക്ഷേമ സഭ. ആരുടേതാണ് യോഗക്ഷേമ സഭ? അത് VT ഭട്ടതിരിപ്പാടിൻ്റെതാണ്. ഇനി വാഗ്ഭടാനന്ദൻ കൊണ്ടുവന്നത് എന്തായിരുന്നു? അത് ആത്മവിദ്യാസംഘമാണ്. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ രണ്ടും ശരിയാണ്. എന്താണ് നിസ്സഹകരണ പ്രസ്ഥാനവും നിയമലംഘന പ്രസ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്? നമുക്കറിയാം INC ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആദ്യത്തെ ഒരു ദേശീയ പ്രക്ഷോഭമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അത് 1920 ഓഗസ്റ്റ് 1 ആരംഭിക്കുന്നത്. അതായത് അവർ എന്ത് ചെയ്തു? എല്ലാത്തിൽ നിന്നും സഹകരിക്കാതിരുന്നു. എല്ലാത്തിൽ നിന്നും ബ്രിട്ടീഷുകാർക്കെതിരെ അതായത് നികുതി നിഷേധിക്കുന്നുണ്ട്, അവരുടെ വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുന്നുണ്ട്, കോടതികൾ ബഹിഷ്കരിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം കൊണ്ട് ഉദ്ദേശിച്ചത്. ഈ നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി നിർത്തലാക്കുന്നുണ്ട്. എന്ത് കാരണം കൊണ്ട്? 1922 ഫെബ്രുവരി
11 നടന്ന ചൗരി ചൗര സംഭവം കാരണമാണ് ഗാന്ധിജി എന്ത് ചെയ്യുന്നത്? നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തലാക്കുന്നത്. നിയമലംഘനം എന്ന് പറഞ്ഞാൽ എല്ലാത്തിൽ നിന്നും സഹകരിക്കാതിരിക്കുന്ന മാത്രമല്ല, അവരെന്ത് ചെയ്യുന്നുണ്ട്? ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമങ്ങൾ ഓരോന്നായിട്ട് ലംഘിക്കാൻ തുടങ്ങി. അങ്ങനെ അതായത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ട് ഗാന്ധിജി നടത്തിയ രണ്ടാമത്തെ ജനകീയ സമരമായിരുന്നു നിയമലംഘന പ്രസ്ഥാനം. അതിൻ്റെ ഭാഗമായിട്ടാണ് 1930 മാർച്ച് 12 എന്ത് നടക്കുന്നത്? ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത്. അപ്പോൾ എന്താണ്? രണ്ടും വ്യത്യസ്തമാണെന്ന് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല? അത് മഹാരാഷ്ട്രയിൽ DK കാർവെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല ആരംഭിക്കുന്നത് 1916. സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണെന്ന്? സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്നാണ് സ്വരാജ് പാർട്ടി സ്ഥാപിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് 1922 ഫെബ്രുവരി 1 നടന്ന സംഭവം ചൗരി ചൗര. ഈ സംഭവം മൂലം ഗാന്ധിജി എന്ത് ചെയ്യുന്നുണ്ട്? നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തലാക്കുന്നുണ്ട്. അതായത് INC-യുമായി ബന്ധപ്പെട്ട് INC-യുടെ കീഴിലാണ് ഗാന്ധിജി എന്ത് ചെയ്യുന്നത്? ഈ സമരം കൊണ്ടുവന്നതെങ്കിലും ഗാന്ധിജി സ്വന്തം ഇഷ്ടപ്രകാരത്തോടു കൂടിയാണ് ഇത് നിർത്തലാക്കുന്നത്. അത് പലർക്കും എന്ത് ചെയ്യുന്നുണ്ട്? എതിർപ്പുണ്ടാകുകയും 1922 നമ്മുടെ ഡിസംബറിൽ ഗയാ സമ്മേളനം നടക്കുന്നുണ്ട്. INC-യുടെ ഗയാ സമ്മേളനം. അതിൻ്റെ അധ്യക്ഷനായിരുന്നു CR ദാസ്. ഈ സമ്മേളനത്തിലാണ് ഇവരെന്ത് ചെയ്യുന്നത്? INC-യിൽ നിന്ന് വിട്ടുപോകുന്ന സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത്. അപ്പോൾ സ്വരാജ് പാർട്ടി രൂപീകരിച്ച് എന്നു ചോദിച്ചാൽ എന്നാണ്? 1923 ജനുവരി 1 ഇവർ സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത്. ഇതിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് അലഹബാദിലാണ്. 1923 അലഹബാദിലാണ്. അതിൻ്റെ ആദ്യ സമ്മേളനത്തിലെ പ്രസിഡന്റ് എന്ന് പറയുന്നത് CR ദാസും അതേപോലെ തന്നെ സെക്രട്ടറി എന്ന് പറയുന്നത് ആരാണ്? മോത്തിലാൽ നെഹ്റുവുമായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. വില്യവും മേരിയും അധികാരത്തിൽ വന്നു. ഏത് സംഭവമാണ് ഇവ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏത് സംഭവമാണ്? ഗ്ലോറിയസ് റവല്യൂഷൻ. ഇംഗ്ലണ്ട് എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ? ഗ്ലോറിയസ് റവല്യൂഷൻ അഥവാ രക്തരഹിത വിപ്ലവം, മഹത്തായ വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? ഗ്ലോറിയസ് റവല്യൂഷനാണ്. ബിൽ ഓഫ് റൈറ്റ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വാക്കാണ് ബിൽ ഓഫ് റൈറ്റ്സ്. ബിൽ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവയ്ക്കുന്ന 2 പേരാണ് ഈ വില്യം മൂന്നാമനും മേരി രണ്ടാമനും എന്ന് പറയുന്ന 1689 ഇവർ ബിൽ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവയ്ക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തതേത്? അല്ലാത്തതാണ് വേണ്ടത്. ലോക ജനതയുടെ ക്ഷേമം ഉറപ്പുവരുത്തുക ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമാണ്. അന്താരാഷ്ട്ര സഹകരണത്തിന് വേദിയാകുക അതും ലക്ഷ്യമാണ്. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും കാത്തുസൂക്ഷിക്കുക അതും ലക്ഷ്യമാണ്. അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക ഇതാണ് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ D ആണ്. അപ്പോൾ അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുന്നത് ആരാണ്? അത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനാണ്. 1995 ജനുവരി 1 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വരുന്നത്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ആരാണ്? അത് ഗാട്ടാണ്. നിലവിൽ എത്ര അംഗങ്ങളുണ്ട്? 164 നിലവിലെ അംഗസംഖ്യ എന്ന് പറയുന്നത്. അവസാനം വന്നതാണ് അഫ്ഗാനിസ്ഥാനാണ് അവസാനം വന്നത്. 163 വന്നത് ലൈബീരിയയാണ്. ഇത് രണ്ടും ഏത് വർഷമാണ്? 2016 ഇവർ രണ്ടും അംഗമായത്. ഇനി കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് ചോദിച്ച സ്റ്റേറ്റ്മെൻറ്റാണ് ലോക വ്യാപാര സംഘടനയുടെ സ്ഥാപിച്ച സമയം മുതൽ ഇന്ത്യ അതിൽ അംഗമാണെന്ന്, സ്ഥാപക അംഗമാണെന്നുള്ളത്. അപ്പോൾ ഇന്ത്യ അംഗമായത് എന്നാണ്? 1995 ജനുവരി 1 ഇന്ത്യ അംഗമായത്. അപ്പോൾ അതങ്ങനെയും കൂടി പഠിച്ചു വയ്ക്കുക. ഇനി വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വ്യാപാരത്തിലെ കറണ്ട് അഫെയർ ആണ്. സാങ്കേതിക തടസ്സങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനുള്ളൊരു കമ്മിറ്റിയുടെ അധ്യക്ഷനായ ഇന്ത്യക്കാരനാണ് ആര്? അൻവർ ഹുസൈൻ ഷെയ്ഖ് എന്ന് പറയുന്ന അൻവർ ഹുസൈൻ ഷെയ്ഖ്. ഓക്കെ, ഇനി നെക്സ്റ്റ് അറിയേണ്ടത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ 7ാമത്തെ ഡയറക്ടർ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഇതെന്താ വായിക്കണമെന്ന് എനിക്കറിയില്ല. ഗോസി ഒക്കോഞ്ചോ എന്താണ്? ഇവേല അങ്ങനെ എന്തൊക്കെയോ വായിക്കുന്നത്. ഈ ഒരു പേര് കണ്ടാൽ ഓർത്ത് വയ്ക്കുക. അത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഡയറക്ടറാണ്. അതിന് പ്രത്യേകതയുണ്ട്, അതുകൊണ്ടാണത് പറഞ്ഞത്. ആദ്യ വനിതയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഡയറക്ടറാകുന്ന ആദ്യ വനിതയും ആദ്യ ആഫ്രിക്കൻ വ്യക്തിയുമാണ് ആരെന്ന് പറയുന്നത്? ഈ ഗോസി ഒക്കോഞ്ചോ ഇവേലിയ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് 109/2024. എവിടെയൊക്കെയായിരുന്നു? നമ്മുടെ കൊല്ലവും കണ്ണൂരുമായിരുന്നു എക്സാം.
ഓക്കെ, നോക്കിക്കേ. ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോക്ഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യമാണ് എന്ത്? മാലിദ്വീപ്. ഇത് നമ്മുടെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടൊരു കറണ്ട് അഫെയർ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് 1982 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. ഇതല്ലായിരുന്നു നമ്മുടെ ഇന്നലെ നടന്ന നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. അപ്പോൾ ആരായിരുന്നു അത്? വി പി മേനോൻ. അപ്പോൾ വി പി മേനോൻ ഇപ്പോൾ 5 പരീക്ഷകൾ നടത്തിയതിൽ 3 നമുക്ക് വി പി മേനോനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണെന്ന് കണ്ടെത്തുക. ഏതായിരുന്നു നാറ്റോയുടെ ആസ്ഥാനമാണ്? ബ്രസൽസ്. ബ്രസൽസുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ്? 1949 ഏപ്രിൽ 14 എന്ത് രൂപം കൊള്ളുന്നത്? നമ്മുടെ നാറ്റോ രൂപം കൊള്ളുന്നത്. ആസ്ഥാനമാണ് ബ്രസൽസ്. അതിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് എത്രയാണ്? അംഗങ്ങൾ 32. അതിൽ അവസാനമായിട്ട് വന്ന അംഗമാണ് സ്വീഡൻ. അതിൻ്റെ ഇനിയിപ്പോൾ നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യമാണ് മാർക്ക് റുട്ടെ. മാർക്ക് റുട്ടെ എന്ന് പറയുന്ന അതിൻ്റെ ഇപ്പോഴത്തെ ചെയർമാനാണ്. അതായത് ഒക്ടോബർ 1 മുതൽ ഇദ്ദേഹമാണ് ചെയർമാനായിട്ട് വരുന്നത്. ഇതൊന്ന് പഠിച്ചു വയ്ക്കുക. കാര്യം ഇത് ഒക്ടോബർ 1 മുതൽ ഇദ്ദേഹം നിലവിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയുള്ള 2 ഫേസുകാർക്കും ഒക്ടോബറിലാണ് എക്സാം. ഒക്ടോബർ 5 മുതലാണല്ലേ നമുക്ക് എക്സാം വരുന്നത്. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വയ്ക്കുക, മാർക്ക് റുട്ടെ എന്നുള്ള പേര്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ലാസ്റ്റ് സ്വീഡൻ ആണെങ്കിൽ 31ാമത്തെ രാജ്യമായിട്ട് വന്നത് ഫിൻലൻഡ് ആയിരുന്നു. അതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ. സമത്വ സമാജം ആരാണ്? സമത്വ സമാജം വരുന്നത് വൈകുണ്ഠസ്വാമിയാണ് സമത്വ സമാജവുമായി ബന്ധപ്പെട്ടത്. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ ശരിയാണ്. സഹോദര പ്രസ്ഥാനം ശ്രീനാരായണ ഗുരുവാണോ? അല്ല, അത് സഹോദരൻ അയ്യപ്പനാണ്. സഹോദര പ്രസ്ഥാനം. സഹോദരൻ അയ്യപ്പൻ 1917 സഹോദര പ്രസ്ഥാനം ആരംഭിക്കുന്നത്. യോഗക്ഷേമ സഭ വി ടി ഭട്ടതിരിപ്പാട്. ശരിയാണ്. നമുക്ക് വേണ്ടത് ശരിയായവയാണ്. ആത്മവിദ്യാസംഘം. അപ്പോൾ ഏതാണ്? 2ഉം 4ഉമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. സോ 2ഉം 4ഉം എന്ന് പറയുമ്പോഴേക്കും നോക്കിക്കേ, ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവനയാണ്. നോക്കിക്കേ, ഇവിടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഉൾപ്പെടാത്ത പ്രസ്താവനയാണ് വേണ്ടത്, നിർദ്ദേശിക്കുന്നതാണ്. ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണ്ണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. പഞ്ചാബും ബംഗാളും 2ആയി വിഭജിക്കുന്നതാണ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കും. ഇതെല്ലാം എന്താണ്? മൗണ്ട് ബാറ്റൻ പദ്ധതിയുമായി ബന്ധമുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അല്ലാത്തതെന്ന് പറയുന്നത് ഈ ഒന്ന് മാത്രമാണ് ഇവിടെ അല്ലാത്തതായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്നായിരുന്നു? 1947 ജൂൺ 3 മൗണ്ട് ബാറ്റൻ പദ്ധതി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ജൂൺ 3 പ്ലാൻ എന്നറിയപ്പെടുന്നു, ബാൽക്കൻ പ്ലാൻ എന്നറിയപ്പെടുന്നു, ഡിക്കി ബേർഡ് പ്ലാൻ എന്നറിയപ്പെടുന്നു. ഇനി ഇതേപോലെ മറ്റൊരു പേരാണ് നമ്മുടെ വി പി മേനോൻ. വി പി മേനോൻ എന്താണ്? ഈ മൗണ്ട് ബാറ്റൻ പദ്ധതി എഴുതി തയ്യാറാക്കാനായിട്ട് സഹായിച്ചൊരു വ്യക്തിയാണ് ആര്? വി പി മേനോൻ എന്ന് പറയുന്നത്. ഈ മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരം നിലവിൽ വന്ന നിയമമാണ് എന്താ? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 എന്ന് പറയുന്നത് മൗണ്ട് ബാറ്റൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലവിൽ വന്ന നിയമമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായവ. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ആരാണ്? അത് ലൂയി 11 ലൂയി 14 എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15 നിനക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചൂടെ എന്ന് പറയുന്നത് മേരി ആൻ്റോണിയറ്റ് ആണ്. ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് ആരാണ്? ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ബോണപ്പാട്ടാണ്. ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ബോണപ്പാട്ട്. അപ്പോൾ ഇവിടെ ഏതാണ്? ശരിയായവയാണല്ലേ വേണ്ടത്. സോ 2ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ഫസ്റ്റ് നടന്ന എക്സാം തിരുവനന്തപുരം ജില്ലയിൽ നടന്ന എക്സാമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാക്രമം. അപ്പോൾ എല്ലാത്തിൻ്റെയും വർഷം അറിഞ്ഞിരിക്കണം അല്ലേ? വൈക്കം സത്യാഗ്രഹം എന്നാണ്? 1924 വൈക്കം സത്യാഗ്രഹം. ചാന്നാർ ലഹള നടക്കുന്ന 1859 1822 ഒരു മേൽമുണ്ട് സമരം അല്ലെങ്കിൽ ചാന്നാർ ലഹള ആരുടെ നേതൃത്വത്തിൽ? വൈകുണ്ഠസ്വാമിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അതും കൂടി അറിഞ്ഞിരിക്കുക. ക്ഷേത്രപ്രവേശന വിളംബരം 1936 1936 നവംബർ 24 ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത്. മലബാർ കലാപം എന്നാണ്? 1921
അപ്പോൾ ഇവിടെ ആദ്യം വരേണ്ട ഏതാണ്? ചാന്നാർ ലഹള. ആദ്യം 2 വരുന്ന, സോ ബാക്കിയെല്ലാം കട്ട് ചെയ്ത് കളയുക. ചാന്നാർ ലഹളയാണ്. അടുത്തത് ഏതാണ്? മലബാർ കലാപമാണ്. പിന്നെ വരുന്നത് വൈക്കം സത്യാഗ്രഹം. അതിനുശേഷം അവസാനം വരേണ്ടത് ക്ഷേത്രപ്രവേശന വിളംബരം. സോ ഇതാണ് ആൻസറായിട്ട് വരേണ്ടത്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. ശരിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരം 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിക്കുന്ന ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് കൊണ്ടുവന്നത് ആരാണ്? അത് യൂസഫ് മെഹർ അലിയാണ് ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് കൊണ്ടുവന്നത്. ക്വിറ്റ് ഇന്ത്യ സമരനായകൻ എന്നറിയപ്പെടുന്ന ആരാണ്? ജയപ്രകാശ് നാരായണനാണ് ക്വിറ്റ് ഇന്ത്യ സമരനായകനും. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നവരാണ് അരുണ ആസിഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമരനായിക. ഓക്കെ, അപ്പോൾ ഇത് ശരിയായ പ്രസ്താവനയാണ്. 1 ശരിയാണ്. സോ ഇപ്പോൾ എന്താണ്? ശരിയാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്കല്ല എന്ന് മനസ്സിലായി. 1 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്ന 1921 ഏപ്രിൽ 13 നമ്മളെല്ലാവരും പഠിക്കുന്നതാണ്. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് ദുരന്തം നടക്കുന്നത്. എവിടെ വെച്ചിട്ട്? അമൃത്സർ, പഞ്ചാബിലെ അമൃത്സറിൽ വെച്ചിട്ടാണ് റൗലറ്റ് ആക്ടിനെതിരെയായിരുന്നു നടക്കുന്നത്. അപ്പോൾ എന്താണ് ജാലിയൻ വാലാബാഗ് ദുരന്തം എന്ന് പറയുന്നത്? അപ്പോൾ ഇത് തെറ്റായ പ്രസ്താവനയാണ്. സോ 2 തെറ്റാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇതിലേതോ ഒന്നാണ് ശരിയെന്ന് നമുക്കറിയാം. രണ്ട് ശരിയാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഇതെല്ലാം ആൻസർ, ഒബ്വിയസ്ലി ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1948 ജനുവരി 20 ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. അപ്പോൾ ഇതെന്താണ്? ശരിയാണ്. 2ാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബർ ലണ്ടനിൽ വെച്ച് നടന്നു. ഇതും ശരിയാണ്. നമുക്കറിയാം 3 വട്ടമേശ സമ്മേളനങ്ങളായിരുന്നു. 30, 31, 32 എല്ലാം ലണ്ടനിലെ ജെയിംസ് പാലസിൽ വെച്ചിട്ടായിരുന്നു വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത്. ആ സമയത്തെ രാജാവെന്ന് പറയുന്നത് ജോർജ് 5 വട്ടമേശ സമ്മേളനങ്ങളുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആ സമയത്തെ പ്രധാനമന്ത്രിയായിരുന്ന റാംസെ മക്ഡൊണാൾഡും ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി ബന്ധമില്ലാത്തതാണ് വേണ്ടത്. 1949 ഏപ്രിൽ 14 ഇത് സ്ഥാപിതമായത്. ഇത് ശരിയായ പ്രസ്താവനയാണ്. 1 ശരിയാണ്. നേരെ ഓപ്ഷനിലേക്ക് പോയിക്കേ. തെറ്റായതാണ് നമുക്ക് വേണ്ടത്. സോ നമുക്കറിയാം ഇതല്ല എന്ന് മനസ്സിലായി, ഇതുമല്ല എന്ന് മനസ്സിലായി. ഇനി ഇത് രണ്ടിലേതോ ഒന്നാണ് ആൻസറായിട്ട് വരേണ്ടത്. ഇതിൻ്റെ ആസ്ഥാനം ജനീവയാണ്. അല്ല, ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ബ്രസൽസ് ബെൽജിയത്തിലെ ബ്രസൽസ് ആണ് ഇതിൻ്റെ ആസ്ഥാനം. സോ ഇതുമല്ല ആൻസർ. ഒബ്വിയസ്ലി എന്തായിരിക്കും? 2ഉം 4ഉം ആയിരിക്കും. ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ്. നമ്മൾ പറഞ്ഞു 32 രാജ്യങ്ങളാണ് ഉള്ളത്. അതിൽ 32ാമത്തെ രാജ്യമായിട്ട് സ്വീഡനും 31ാമത്തെ രാജ്യമായിട്ട് ഫിൻലാൻഡും ചേർന്നു. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ്. അപ്പോൾ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം ഉണ്ടാക്കുന്നതും ചൈന ഇവിടെ പോയി ജോയിൻ ചെയ്യുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ തെറ്റായ ജോഡി. റോബസ്പിയർ ജാക്കോബിൻ ക്ലബ്ബ് ശരിയാണ്. ഏപ്രിൽ തീസിസ് VI ലെനിൻ അതും ശരിയാണ്. സ്പിരിറ്റ് ഓഫ് ലോ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു. മൊണ്ടസ്ക്യൂ നിയമങ്ങളുടെ അന്തസത്ത നമ്മൾ ഫ്രഞ്ച് വിപ്ലവമായി പഠിക്കുമ്പോൾ 3 പേരുടെ പേര് പഠിക്കുന്നുണ്ട്. അതിൻ്റെ അകത്തുള്ള വരുന്നതാണ് സ്പിരിറ്റ് ഓഫ് ലോ, മൊണ്ടസ്ക്യൂവിൻ്റെ ഇതാണ്. അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് വേണ്ട തെറ്റായ ജോഡിയാണ്. സോ 3 മാത്രമാണ് ഇവിടെ തെറ്റായ ജോഡി. ലോങ് മാർച്ച് മാവോ സേതുങ് ആണ്. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ പഠിച്ചു വെച്ചു. അതിർത്തി ഗാന്ധിയാണ്. 1988 ജനുവരി 20 മരിക്കുന്നത്. 1987 ഭാരതരത്നം ലഭിക്കുന്നുണ്ട്. ഗുദായി ഖിദ്മത്ഗാർ എന്ന സംഘടന രൂപീകരിച്ചു. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇതൊക്കെ തന്നെ തിരിച്ചു ചോദിക്കാം. ഗുദായി ഖിദ്മത്ഗാർ എന്ന സംഘടന രൂപീകരിച്ചു. 88 ജനുവരി 20 അന്തരിച്ചു. 87 ഭാരതരത്നം ലഭിച്ചു. താഴെ തന്നിരിക്കുന്നവയിൽ ആരെ പറ്റിയാണ് ഈ പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ ചോദിക്കാം. ആരാണപ്പോൾ? അപ്പോൾ നമുക്കിവിടെ എന്താണ്? ഇതെല്ലാം ഇവിടെ ശരിയായ പ്രസ്താവനകളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്വതന്ത്രാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരി ഏതാണ്? ഇത് രൂപീകരിച്ചത് 1953 ശരിയാണ്. 1953 ഫസൽ അലി അധ്യക്ഷനായിട്ട്, അതേപോലെ HN കുൻസ്രു, അതേപോലെ പിന്നെ ആരാണ്? സർദാർ KM പണിക്കർ. സോ ഇവർ 2 പേരും അംഗങ്ങളായിരുന്നു. ഇതും ശരിയാണ്. കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇതും ശരിയാണ്. ഇവിടെ ഷാ കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മുടെ 1977 ഷാ കമ്മീഷൻ രൂപീകരിക്കുന്നത്. അതായത് 75-77 കാലഘട്ടങ്ങളിലെ അടിയന്തരാവസ്ഥ കാലത്തെ എല്ലാ അതിക്രമങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടി നിയമിച്ച കമ്മീഷനായിരുന്നു ഷാ കമ്മീഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് വേണ്ടത് ശരി ഏതെന്നാണ്? 1, 2, 3, 4 എന്നിവയാണ് ശരി. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്.
ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത്രയും അതായത് 5 ഫേസായിട്ട് നടന്ന 10 ജില്ലകളിൽ നടന്ന LDCയുടെ ഹിസ്റ്ററി പോർഷൻ, അതായത് ഏകദേശം 30ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. 5 മാർക്കാണ് നമുക്ക് ഹിസ്റ്ററി പോർഷൻ എന്ന് പറഞ്ഞിരിക്കുന്നതെങ്കിലും എല്ലാ പരീക്ഷകൾക്കും 6 മാർക്ക് ഡയറക്റ്റ് ഇവരോട് ചോദിച്ചിട്ടുണ്ട്. സോ അടുത്ത ഇനിയൊരു ജോഗ്രഫി ഉണ്ട്. നമുക്ക് ഓരോരോ ടോപ്പിക്കായിട്ട് മാക്സിമം അടുത്ത ശനിയാഴ്ചയ്ക്കുള്ള, അതായത് LDCയുടെ എക്സാം ഒക്ടോബർ 5-ാം തീയതിയാണ്. ഇനി എറണാകുളംകാർക്കുള്ള LDC എക്സാം അതിന് മുന്നേ മാക്സിമം ചെയ്ത് തീർക്കാം. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്